നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. 2 ജില്ലകളിൽ റെഡ് അലർട്ട്. ഇടുക്കിയിലും പാലക്കാടും മരം വീണ് വീട് തകർന്നു. മണ്ണാർക്കാട് ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പാലക്കാട് കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ഒരാൾ മരിച്ചു. ജീവൻ നഷ്ടമായത് കൊടക്കാട് സ്വദേശിക്ക്. 2 പേർക്ക് പരിക്ക്. അപകടം ഇന്ന് പുലർച്ചെ. ആരാകും 12 കോടിയുടെ ഭാഗ്യശാലി? വിഷു ബമ്പർ നറുക്കെടുപ്പ് അല്പസമയത്തിനകം. വിറ്റുപോയത് 40 ലക്ഷം ടിക്കറ്റ്. കനത്ത മഴ വിൽപ്പനയെ ബാധിച്ചതായി വ്യാപാരികൾ. തിരുവനന്തപുരം വെള്ളറടയിൽ യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. കരാർ അഴിമതിക്കെതിരെ വിവരാവകാശം നൽകിയതിലെ പ്രകോപനമെന്ന ആരോപണം. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ മർദ്ദിച്ചതിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ആലപ്പുഴ ഷോളയാർ സ്വദേശികൾ. ഇടുക്കി ദേവികുളത്ത് വന്യജീവി ആക്രമണം തുടർക്കഥ. വനം വകുപ്പിനെതിരെ നാട്ടുകാർ. ഡിഎഫ്ഒ ഓഫീസിന് മുന്നിൽ സമരത്തിന് നീക്കം. പത്തനാപുരത്ത് കാട്ടാന ആക്രമണം രൂക്ഷം. വിശദമായി നോക്കാം. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുകയാണ്. ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് റെഡ് അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും മറ്റ് എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ടുമാണ് നൽകിയിട്ടുള്ളത്. നാളെയോടെ മധ്യ കേരളത്തിലും തീവ്ര മഴയെത്തും. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, എന്താണ് മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ്? ആര്യ, സംസ്ഥാനത്ത് മഴ ശക്തമായി തന്നെ തുടരുമെന്നതാണ് മുന്നറിയിപ്പ്. പക്ഷേ ഒരു നേരിയ കുറവുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആദ്യം 9 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് അത് ഇപ്പോൾ 8 ജില്ലകൾക്കായി ചുരുങ്ങിയിട്ടുണ്ട്. 4 ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് മാത്രമാണ് റെഡ് അലേർട്ട്. ഒപ്പം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ടുമാണ്. പക്ഷെ നാളെയോടുകൂടി മഴ വീണ്ടും കനക്കുന്നു എന്നതാണ് സ്ഥിതി. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾക്ക് കൂടി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം വയനാട്, കാസർഗോഡ് ജില്ലകൾക്കൊക്കെ അതിശക്തമായ മഴ തന്നെയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് റെഡ് അലേർട്ട് ഉണ്ട് നാളെ. അതിനുശേഷം മറ്റന്നാളോടുകൂടി മധ്യ കേരളത്തിൽ തീവ്ര മഴ എത്തുമെന്നതാണ് മുന്നറിയിപ്പ്. ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നു വടക്കൻ കേരളത്തിൽ മാത്രമാണ് തീവ്ര മഴയുള്ളത്, അവിടെ മാത്രം റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ മറ്റന്നാളോടുകൂടി മധ്യ കേരളത്തിലേക്ക് തീവ്ര മഴ എത്തുന്നു എന്നതാണ് സാഹചര്യം. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകൾക്കൊക്കെ മറ്റന്നാൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ജൂൺ 1 വരെ മഴ മുന്നറിയിപ്പുകളുണ്ട്. സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകൾക്കും അലേർട്ടുകളുണ്ട്. ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നു. അതിന്റെ ഫലമായി കൂടി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയുണ്ടാകും എന്നതുകൂടി മുന്നറിയിപ്പുണ്ട്. ഒപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു അറബിക്കടലിൽ രൂപം കൊണ്ട് ന്യൂനമർദ്ദം അത് ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി അതായിരുന്നു സാഹചര്യം. എന്നാൽ ആ ന്യൂനമർദ്ദം ഇപ്പോൾ അതിന്റെ ശക്തി കുറയുന്നു എന്നതുകൂടി വിവരമുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് വ്യാപക മഴയാണ്. ഒപ്പം മഴക്കെടുതികൾ, നാശനഷ്ടങ്ങൾ അതും തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ 4 പേരാണ് മഴക്കെടുതിയിൽ ഇത്തവണ മരിച്ചത്. ഒപ്പം തന്നെ മറ്റെല്ലാ ജില്ലകളിലും മരണങ്ങൾ സ്ഥിരീകരിക്കുന്ന ഒരു നിലയുണ്ട്. നിലവിൽ ഇതുവരെ 22 പേരാണ് മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചത്. അങ്ങനെ മഴക്കെടുതിയും നാശനഷ്ടങ്ങളും തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെ പറയണം. കാരണം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുണ്ട്. ഒപ്പം തന്നെ കടലാക്രമണ സാധ്യതയുണ്ട്, കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്, മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്, മിന്നൽ പ്രളയത്തിന് വരെ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പുണ്ട്. കാരണം ഇത്തവണത്തെ മൺസൂൺ പതിവിലും നേരത്തെ എത്തി എന്നത് ഒരു പ്രത്യേകത. മറ്റൊന്ന്, പതിവിലും കൂടുതൽ മഴ ലഭിക്കുന്നു. സാധാരണഗതിയിൽ മൺസൂൺ ആദ്യത്തെ ആഴ്ച താരതമ്യേന മഴ കുറവ് മാത്രമാണ് ലഭിക്കാറ്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ആദ്യ ദിവസം മുതൽ തന്നെ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ഇതിന്റെ ഫലമായി തന്നെ സംസ്ഥാനത്ത് ഈ ജൂൺ മുതൽ 2 മാസത്തേക്ക് അതിശക്തമായ മഴയുണ്ടാകും. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി മഴ ലഭിക്കും. കഴിഞ്ഞ മൺസൂണുകളിലേക്ക് അപേക്ഷിച്ച് മഴയുടെ
മഴയുടെ ഒരു ശരാശരി 108% മഴ ലഭിക്കുമെന്നതാണ് കണക്ക്. അങ്ങനെ സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതി നിലനിൽക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഈ മഴ ലഭിക്കുന്ന മഴയുടെ അളവും ഒപ്പം തന്നെ അതിന്റെ ശക്തിയും കൂടുതലാണ് എന്നതാണ് സാഹചര്യം. എന്തായാലും നാളെ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് മധ്യ കേരളത്തിൽ ഉൾപ്പെടെ അതിതീവ്ര മഴയായിരിക്കും എന്നതാണ് മുന്നറിയിപ്പ്. ആര്യ. ശരി, ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംസ്ഥാനത്ത് ഈ ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. പാലക്കാട് ഒറ്റപ്പാലത്ത് ശക്തമായ മഴയിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണു. സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലൂടെയാണ് വീട് തകർന്നു വീണത്. ഇതോടെ ഓട്ടോറിക്ഷയും തകർന്നു. ഒറ്റപ്പാലം മനുഷ്യേരിയിൽ പനഞ്ചിക്കൽ സജീഷ് പ്രകാശിന്റെ ഓട്ടോറിക്ഷയാണ് തകർന്നത്. പുലർച്ചെ 5:30 സംഭവം. ഇടുക്കി തൂക്കുപാലത്ത് മരം വീണ് വീട് തകർന്നു. തൂക്കുപാലം വെസ്റ്റ് പാറ സ്വദേശി ചക്കുകുഴിയിൽ രവീന്ദ്രന്റെ വീടാണ് തകർന്നത്. വീടിന് സമീപം നിന്നിരുന്ന കൂറ്റൻ ഈട്ടിമരം രാത്രി 10 മണിയോടെ കടപുഴകി വീഴുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്നവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉണങ്ങി നിന്നിരുന്ന ഈട്ടി വെട്ടിമാറ്റാൻ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് അനുമതി നൽകിയിരുന്നുവെങ്കിലും കനത്ത മഴയായതിനാൽ ജോലിക്കാരെ കിട്ടാതായതോടെ മരം മുറിക്കാൻ സാധിച്ചിരുന്നില്ല. കാട്ടാന ഭീതി ഒഴിയാതെ ഇടുക്കി ചിന്നക്കനാൽ സിങ്കുകണ്ടം നിവാസികൾ. ദിവസങ്ങളായി ആക്രമണകാരികളായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ തമ്പടിച്ച് നാശം വരുത്തുകയാണ്. കനത്ത മഴയ്ക്കൊപ്പം കാട്ടാനശല്യം കൂടിയായതോടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സിങ്കുകണ്ടം നിവാസികൾക്ക്. ഒരിടവേളയ്ക്ക് ശേഷം ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. നിരവധി ആക്രമണങ്ങളാണ് ആന നടത്തിയത്. കഴിഞ്ഞ ദിവസം BL റാമിന്റെ റേഷൻ കട തകർത്തു. സിങ്കുകണ്ടത്തെ ഒരു വീട് ഇടിച്ചു നിരത്തി. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. 4 മാസത്തേക്ക് മുമ്പിൽ വന്നിട്ട് ആന തട്ടി ഈ വീട്. അന്നേരവും ഗവൺമെന്റുമായിട്ടോ ഇതുമായിട്ടോ എനിക്ക് ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല. ഇപ്പോഴും രണ്ടാമത്തെ ഇന്നലെ ഞാൻ നാട്ടിനെ എനിക്ക് 2 പിള്ളേരുള്ളതാ മക്കൾ. ഒരാൾ 5ലും ഒരാൾ 1ാം ക്ലാസ്സിൽ ഈ വർഷം ചേർക്കണം. എനിക്ക് 2 പിള്ളേരും ഉണ്ട്. ഇപ്പോൾ ഈ മഴയും കാറ്റത്ത് കറണ്ടില്ല എനിക്ക് ഈ വീട്ടിലേക്ക്. കറണ്ടും ഇല്ല, അങ്ങനത്തെ സംവിധാനവും എനിക്കില്ല, വീടില്ല. എനിക്കിപ്പോൾ ആന വന്നിട്ട് ഇപ്പോൾ തട്ടി. ഇപ്പോൾ ഞാൻ 2 പിള്ളേരുമായിട്ട് ഇതിനകത്ത് കിടക്കുവാണെങ്കിൽ ഇപ്പം ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കൂട്ടിമുറിച്ച് മൊത്തത്തിൽ കളഞ്ഞനെങ്കിൽ. പ്രദേശത്തെ തോട്ടങ്ങളിലും കാട്ടാനകൾ കൂട്ടമായി തമ്പടിക്കുന്നുണ്ട്. കാറ്റും മഴയും ശക്തമാകുന്ന സാഹചര്യത്തിൽ കാട്ടാന എത്തിയാൽ അറിയാൻ കഴിയില്ല എന്നും കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നും ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ പറഞ്ഞു. പരിസരത്ത് തന്നെയാണ് മറ്റേ ചക്കക്കൊമ്പൻ ആന നിൽക്കുന്നത്. ഇന്നലെ 7 മണിയായപ്പോൾ തന്നെ സിറ്റി കയറി വന്നു കഴിഞ്ഞ് കാറ്റും മഴയത്ത് ആന എങ്ങോട്ടാ പോകണമെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. RRT ടീമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരു 9 മണിയോടുകൂടിയാണ് ഇന്നലെ ഈ വീട് ഇവിടെ വന്ന് ഈ ആന തള്ളുന്നത്. ഇവർ ഭാഗ്യത്തിന് ഇന്നലെ കൊച്ചിനെ ചേർക്കാൻ തമിഴ്നാട്ടിൽ പോയതുകൊണ്ട് മാത്രം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുമ്പും ഇതേ വീട് വന്ന് പൊളിച്ചാണ്. ഇവർക്ക് ഒന്നാമതെ ലൈഫിൽ പേരൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഏതാനും മാസം മുമ്പ് ചക്കക്കൊമ്പൻ ഇതേ വീട് തകർത്തതിനു ശേഷം കടം വാങ്ങിയാണ് 2 മുറിയുള്ള ഈ ചെറിയ വീട് വീണ്ടും നിർമ്മിച്ചത്. ഇതും തകർന്നതോടെ കൊച്ചുകുട്ടികളുമായി എവിടേക്ക് പോകുമെന്ന ആശങ്കയിലാണ് കുടുംബം. നിർധന കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ വനംവകുപ്പ് അടിയന്തര സഹായം നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് മണ്ണാർക്കാട് കുരുത്തിച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഷൊർണൂർ കൈലിയാട് സ്വദേശി മുബീനാണ് മരിച്ചത്. ചക്കരക്കുളമ്പ് ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. വിനോദസഞ്ചാരത്തിനെത്തിയപ്പോഴായിരുന്നു അപകടം. മഴക്കാലത്ത് ഭീതിയോടെയാണ് മലപ്പുറം കുറ്റിപ്പുറത്തെ 6-വരിപ്പാതയോരത്തുള്ള വൃദ്ധ ദമ്പതികൾ കഴിയുന്നത്. പാത നിർമ്മാണത്തിനിടെ വീടിന്റെ മതിൽ ഇടിഞ്ഞത് ഇനിയും പുനർനിർമ്മിച്ചിട്ടില്ല. മഴ കടുത്താൽ എന്താകുമെന്ന കടുത്ത ആശങ്കയിലാണ് വയ്യാട്ട് പുത്തൻ വീട്ടിൽ ദാമോദരനും ഭാര്യ പത്മിനിയും. കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപമാണ് ദാമോദരനും ഭാര്യ പത്മിനിയും താമസിക്കുന്നത്. 6-വരിപ്പാതയുടെ നിർമ്മാണത്തിനിടയിൽ ഇവരുടെ വീടിന്റെ മതിൽ മണ്ണുമാന്തി യന്ത്രം തട്ടി തകർന്നിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പുനർനിർമ്മിച്ചിട്ടില്ല. വേനൽ മഴയിൽ മതിലിന്റെ തകർന്ന ഭാഗത്തുകൂടി റോഡിൽ നിന്ന് ഒലിച്ചിറങ്ങിയ മണ്ണും മഴവെള്ളവും വീടിന്റെ മുറ്റവും അകവും നിറഞ്ഞു. ശക്തമായ മഴക്കാലത്ത് എന്താകും എന്ന പേടിയിലാണ് ഇവർ. എത്ര പ്രാവശ്യം അവരോട് NH-നോടും സെക്രട്ടറിയോടും അവരുടെ ഈ കമ്പനിക്കാരുടെ ആൾ വന്നാൽ നേരേക്ക് തരാമെന്ന് പറഞ്ഞാൽ അതിനൊരു മറുപടിയും നമുക്കൊരു പരിഹാരവും കാണാതെ നമ്മളങ്ങനെ ബുദ്ധിമുട്ടില്ല. മഴ വന്നാൽ ഇനി ഈ മണ്ണ് മുഴുവൻ നമ്മളെ മേലേക്ക് പൊട്ടി വീണ് നമ്മളെ വീടിലേക്ക് തന്നെ ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്.
മതിലിന്റെ പല ഭാഗങ്ങളും ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. മതിൽ തകർന്ന സമയത്തു തന്നെ ഇവർ കരാർ കമ്പനി ഉദ്യോഗസ്ഥരോട് തകർന്ന ഭാഗം പുനർനിർമ്മിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ചെയ്തു നൽകാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പും നൽകി. എന്നാൽ പിന്നീട് ഒന്നും സംഭവിച്ചില്ല. നാഷണൽ ഹൈവേ അതോറിറ്റിക്കും പഞ്ചായത്ത് അധികൃതർക്കും പലതവണ പരാതികൾ നൽകിയിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ന്യൂസ് 18 തിരൂർ. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രികനായ കൊടക്കാട് കുണ്ടൂർക്കുന്ന് സ്വദേശി സനീഷാണ് മരിച്ചത്. കൊടക്കാട് നയര പമ്പിന് സമീപം പുലർച്ചെ 1:30 അപകടം. കാർ യാത്രികരായ 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ മണ്ണാർക്കാട് വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കാസർഗോഡ് അപകട ഭീഷണി നിലനിൽക്കുന്ന മേഖലകളിൽ ഡ്രോൺ പരിശോധന നടത്തും. കുന്നിടിച്ചതിനെ തുടർന്ന് അപകട ഭീഷണി നിലനിൽക്കുന്ന ഇടങ്ങളിലാണ് പരിശോധന. വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന്, ബേവിഞ്ച എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ദേശീയപാത 66 നിർമ്മാണത്തിന്റെ ഭാഗമായി കുന്നിടിച്ചതിനെ തുടർന്ന് അപകട ഭീഷണിയിലായ പ്രദേശങ്ങളിലാണ് പരിശോധന. വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന്, ബേവിജ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ജിയോളജി, മണ്ണ് പരിവേഷണ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംയുക്ത സർവേയും നടത്തും. ഡ്രോൺ പരിശോധനയിലൂടെ മലമുകളിൽ വിള്ളലുകൾ വീണിട്ടുണ്ടോയെന്ന് പരിശോധിക്കും. അപകടം തടയാനുള്ള മുൻകരുതൽ സ്വീകരിക്കുകയാണ് ലക്ഷ്യം. ദേശീയപാതയിൽ അപകട സാധ്യതാ മേഖലകളിൽ ഡ്രോൺ പരിശോധന നടത്തും. ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ മഴ അളവ് വിവരശേഖരണം നടത്തുന്നുണ്ട് എങ്കിൽ വിവരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് കാരശ്ശേരിയിലെ ചെറുപുഴയുടെ തീരത്തുള്ള SK സ്മൃതി കേന്ദ്രവും മുക്കംകടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡും തകർച്ചാ ഭീഷണിയിലാണ്. പുഴയുടെ കുത്തൊഴുക്കിൽ മുളംചോലയിലെ മുളംകൂട്ടം ഉൾപ്പെടെ പുഴയെടുത്തിരുന്നു. ഇതോടെയാണ് സ്മൃതി കേന്ദ്രം തകർന്നത്. ശക്തമായ മഴയിൽ ചെറുപുഴ നിറഞ്ഞൊഴുകുകയാണ്. ഇതിന് സമീപമായാണ് SK സ്മൃതി കേന്ദ്രം. പുഴയുടെ തീരം വലിയ തോതിൽ ഇടിഞ്ഞതാണ് സ്മൃതി കേന്ദ്രത്തിന് ഭീഷണിയായത്. മുക്കംകടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡും എപ്പോൾ വേണമെങ്കിലും തകരാം. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ എത്തുന്ന ഇടമാണിത്. കാരശ്ശേരി പഞ്ചായത്ത് മുളംചോലയിൽ 1 വർഷം മുൻപ് നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ പുഴയെടുത്തു. പുഴയുടെ തീരം അടിയന്തരമായി സംരക്ഷിക്കണമെന്നാണ് ആവശ്യം. സംരക്ഷണ ഭിത്തി കെട്ടി ഇത് സംരക്ഷിച്ചില്ലെങ്കിൽ ഈ മനോഹരമായ തീരം തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയുണ്ട്. കൂടാതെ മുക്കംകടവ് പാലവും റോഡും ഏറ്റവും കൂടുതൽ അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. പരാതി ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, സ്ഥലം MLA, അതുകൂടാതെ PWD മിനിസ്റ്റർ, ഇറിഗേഷൻ മിനിസ്റ്റർ, മുഖ്യമന്ത്രി എന്നിവർക്കെല്ലാം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജലനിരപ്പ് താഴുന്ന മുറയ്ക്ക് പുഴയുടെ തീരം കെട്ടി സംരക്ഷിച്ചില്ലെങ്കിൽ വലിയ നാശനഷ്ടമുണ്ടാകുമെന്നും നാട്ടുകാർ ആശങ്കപ്പെടുന്നു. ന്യൂസ് 18 കാരശ്ശേരി. നെയ്യാറ്റിൻകര വെള്ളറടയിൽ യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. പഞ്ചായത്തിലെ കരാർ അഴിമതികൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിവരാവകാശം നൽകിയതിലുള്ള പ്രകോപനമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് ആരോപണം. മണത്തോട്ടം സ്വദേശി വിനോദിനെയാണ് 4-അംഗ സംഘം മർദ്ദിച്ചത്. പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് സിജുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. പിക്കപ്പ് വാഹനത്തിന്റെ ഡ്രൈവറും ക്ലീനറുമായ ഷോളയൂർ സ്വദേശി റെജിൻ മാത്യു, ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസ് എന്നിവരാണ് പിടിയിലായത്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പുലർച്ചെ 1:30 ഷോളയാറിൽ വെച്ച് പ്രതികളെ അഗളി പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 24-നാണ് പ്രതികൾ ചിറ്റൂർ ഊരിലെ സിജുവിനെ മർദ്ദിച്ചത്. വാഹനത്തിന് മുന്നിൽ വീണുവെന്ന വിരോധത്തിൽ മർദ്ദിക്കുകയും കയർ വെച്ച് കൈകൾ കെട്ടി നിർത്തുകയുമായിരുന്നു. കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ 13-കാരനെ തൊടുപുഴയിൽ കണ്ടെത്തി. കുട്ടിയെ കണ്ടെത്തിയ കാര്യം വിളിച്ചറിയിച്ച കൈനോട്ടക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൈനോട്ടക്കാരനായ ശശികുമാറാണ് പിടിയിലായത്. ഇയാൾക്കെതിരെ പോക്സോ പ്രകാരം കേസെടുക്കും. ഇന്നലെ രാവിലെയാണ് ഇടപ്പള്ളിയിൽ നിന്ന് 13-കാരനെ കാണാതായത്. CCTV കേന്ദ്രീകരിച്ചു നടത്തിയ പരിശോധനയിൽ കുട്ടി മൂവാറ്റുപുഴ വരെ എത്തിയതായി ബന്ധുക്കൾക്ക് വിവരം കിട്ടി. പിന്നീട് തൊടുപുഴയിലേക്കുള്ള ബസ്സിൽ കയറി. പോലീസ് അന്വേഷിച്ചെത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇന്നലെ വൈകുന്നേരം തൊടുപുഴയിൽ എത്തിയപ്പോൾ മുതൽ കുട്ടി കൈനോട്ടക്കാരൻ ശശികുമാറിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇയാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുട്ടിയെ ഉപദ്രവിച്ചു. ശരീരത്തിൽ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു. മുഖത്തടക്കം മുറിവേറ്റ പാടുണ്ട്. ഇയാൾക്കെതിരെ പോക്സോ പ്രകാരം കേസെടുത്തു. കുട്ടിയെ നമുക്ക് മറ്റൊരാളുടെ കൂടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്.
രാവിലെ തന്നെ കുട്ടിയെ ട്രേസ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കര പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൈമാറി അവിടുന്ന് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. ഇയാൾ തന്നെയാണ് കുട്ടി ഒപ്പമുണ്ടെന്ന വിവരം വീട്ടുകാരെ വിളിച്ചറിയിച്ചത്. അപ്പോൾ ഈ കുട്ടി കൈവശം വെച്ചിരുന്ന വേറൊരാളുണ്ട്. അയാൾ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു 6:30 മണിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി എൻ്റെ അടുത്തുണ്ട്, ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ്, പിന്നെ അതുകൊണ്ട് നിങ്ങളിവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ എളമങ്ങര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. അവർ തൊടുപുഴ സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ഇവിടുത്തെ സാറന്മാരും ഞങ്ങളും കൂടി പോയാണ് കുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ആളോടുകൂടി വാങ്ങിയത്. സേ പരീക്ഷ എഴുതാൻ പോയ കുട്ടിയെയാണ് കാണാതായത്. ഉച്ചയായിട്ടും തിരികെ എത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ എളമക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതിക്കെതിരെ മറ്റ് 2 പോക്സോ കേസുകൾ കൂടിയുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം വക്കത്ത് ഒരു കുടുംബത്തിലെ 4 പേർ ജീവനൊടുക്കിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായി. വക്കം ഫാർമേഴ്സ് ബാങ്കിലെ ജീവനക്കാരനായ അനിൽകുമാർ, ഭാര്യ ശ്രീജ, മക്കളായ അശ്വിൻ, ആകാശ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാവിലെ 8 മണിയോടുകൂടിയാണ് ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത്. CPM വക്കം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു അനിൽകുമാർ. വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം ആറ്റിങ്ങലെ പൊതു ശ്മശാനത്തിലാണ് സംസ്കാരം. കൊല്ലത്തെ MDMAയുമായി യുവാക്കൾ പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്ന് വിൽപ്പനയ്ക്കായി ട്രെയിൻ മാർഗം കൊണ്ടുവന്നതാണ് മയക്കുമരുന്ന്. അഞ്ചാലമൂടി സ്വദേശി ഗിരീഷ്, കടപ്പാക്കട സ്വദേശി അമ്പു എന്നിവരാണ് പിടിയിലായത്. അറബിക്കടലിൽ കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഇന്നും തീരത്തടിഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തും തുമ്പ പള്ളിക്ക് സമീപവും പുല്ലുവിളയിലുമാണ് കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞത്. കണ്ടെയ്നറുകളിൽ നിന്നുള്ള ചാക്കുകെട്ടുകളും തീരത്ത് അടിഞ്ഞിട്ടുണ്ട്. കേരള തീരത്ത് കഴിഞ്ഞ ദിവസം മുങ്ങിയ MSC എൽസ3 എന്ന കണ്ടെയ്നർ ഷിപ്പിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തുമ്പ തീരത്തും നിലവിൽ വന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പല ഭാഗങ്ങളിലും പൂർണ്ണമായും ഭാഗികമായും തകർന്ന കണ്ടെയ്നറുകളിൽ നിന്ന് വെള്ള നിറത്തിലുള്ള കെമിക്കൽ അഥവാ ഈ ലീനിയർ ലോ ഡെൻസിറ്റി പോളിമർ എന്ന ഒരു അസംസ്കൃത വസ്തുവാണ് നിലവിൽ തീരത്ത് മുഴുവനായി അടിഞ്ഞിരിക്കുന്നത്. ഇത് മുഴുവനായും പൂഴിയിൽ ലയിച്ചിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കിലോമീറ്ററോളം തുമ്പ തീരത്ത് കിലോമീറ്ററുകളോളം ഈ വെള്ള നിറത്തിലുള്ള ഈ വസ്തു പടർന്നിരിക്കുന്നു. തീരത്ത് നിന്നും ഈ വെള്ള നിറത്തിലുള്ള കെമിക്കൽ മാറ്റുവാനുള്ള, അതായത് നീക്കം ചെയ്യാനുള്ള നീക്കങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റ് സർക്കാർ സംവിധാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനുള്ള നിരീക്ഷണങ്ങളും മറ്റും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല പ്രദേശവാസികൾ നിലവിൽ ആശങ്കാകുലരാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു കെമിക്കൽ ഈ ഭാഗങ്ങളിൽ എത്രത്തോളം പാരിസ്ഥിതികാഘാതം ഉണ്ടാക്കുമെന്നും ഇത് ദൂരവ്യാപകമായി എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും പ്രദേശവാസികളെ സർക്കാർ അധികൃതരോ ദുരന്ത നിവാരണ അതോറിറ്റിയോ അറിയിച്ചിട്ടില്ല. ഇത് നമുക്ക് മാരകമായിട്ട് രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ക്യാൻസർ വരുത്തുന്ന സാധനങ്ങളാണ്. അപ്പോൾ കൊച്ചുകുട്ടികളുണ്ട്. ഇനിയിപ്പോൾ മഴ സമയമായതുകൊണ്ട് ഇതിന് കോളറ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ഗവൺമെന്റ് അറിഞ്ഞ് നമുക്കിത് പെട്ടെന്ന് മാറ്റി തരണമെന്നാണ് നമ്മുടെ അഭ്യർത്ഥന. മാത്രമല്ല ഈ കെമിക്കൽ തീരത്ത് നിന്ന് മാറ്റുന്നത് സംബന്ധിച്ചോ അതിനൊപ്പം തന്നെ ഇത് പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റാൻ കഴിയുമോ എന്നൊന്നും ഇതുവരെ ഇവർക്ക് വിശദീകരണം ലഭിച്ചിട്ടില്ല. വിഴിഞ്ഞം തുറമുഖം മുതൽ കേരളത്തിന്റെ തെക്കൻ തീരപ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ചാക്കുകെട്ടുകളും അവയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളും തീരത്താകെ പടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാലവർഷം കനക്കുന്നതോടെ ഈ അസംസ്കൃത വസ്തുക്കൾ തീരത്തെ മണ്ണിൽ അലിഞ്ഞു ചേരുമോ, അതേപോലെ തന്നെ പാരിസ്ഥിതിക ആഘാതം എത്രത്തോളം ഉണ്ടാക്കുമെന്നുള്ള പ്രദേശവാസികളുടെ ആശങ്കകൾ ഇന്നും നിലനിൽക്കുന്നു. തുടർന്നുള്ള പഠനങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാമെന്നും അവ എങ്ങനെ പരിഹരിക്കാമെന്നും കണ്ടെത്താനാകുള്ളൂ. ക്യാമറമാൻ സന്തോഷിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. വർക്കല പാപനാശം തീരത്തടിഞ്ഞ കണ്ടെയ്നറിൽ നിന്ന് തീരത്ത് വ്യാപിച്ച രാസവസ്തു നീക്കി. പോലീസും ചുമട്ടുതൊഴിലാളികളും ടൂറിസം അസോസിയേഷൻ അംഗങ്ങളും ചേർന്നാണ് ശുചീകരിച്ചത്. 1 കിലോമീറ്ററോളം ഭാഗമാണ് ശുചീകരിച്ചത്. പാപനാശത്ത് ബലിമണ്ഡപത്തിന് സമീപം അടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് ചാക്കുകെട്ടുകൾ പുറത്തേക്ക് വീണ്ടിരുന്നു. നിരവധി പേർ ബലിതർപ്പണത്തിന് എത്തുന്നുണ്ട്. ഇവിടെ തീരത്ത് നിന്നും നീക്കം ചെയ്ത രാസവസ്തുക്കൾ മുനിസിപ്പാലിറ്റിക്ക് കൈമാറും. ഇടുക്കിയിൽ അടിക്കടി വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോഴും വനം വകുപ്പ് നിസ്സംഗതയിലെന്ന ആരോപണം. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ നേതാക്കളും ദേവികുളം റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. നടപടി ഉണ്ടായില്ലെങ്കിൽ DFO ഓഫീസിന് മുന്നിൽ സമരം നടത്തും. ദേവികുളം മേഖലയിലെ വിവിധയിടങ്ങളിൽ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വളർത്തുനായയെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. അടുത്തയാഴ്ച സ്കൂൾ തുറക്കുന്നതിനാൽ കുട്ടികളും രക്ഷിതാക്കളും ആശങ്കയിലാണ്. ഒരാഴ്ചയ്ക്കകം പുലിയെ കൂടുവച്ച് പിടികൂടണമെന്നാണ് ആവശ്യം. ഇല്ലെങ്കിൽ ജനപ്രതിനിധികളടക്കം DFOയുടെ കാര്യാലയത്തിന് മുമ്പിൽ സമരം നടത്താനാണ് തീരുമാനം. ഒരു വാരத்துக்கு
வாரத்துக்குள்ள அவங்க கண்டிப்பா இதுக்கு ஒரு ஆக்ஷன் எடுக்கிறேன்னு சொல்லியிருக்காங்க. ஆக்ஷன் எடுக்கல அப்படின்னு சொன்னா நாங்க நம்ம ஜனப்பிரதி எல்லாரும் சேர்ந்து டிஎஃப்ஓ ஆபீஸ் முன்னாடி நாங்க குத்திருப்பு சமரம் செய்யறதுக்கு தீர்மானிச்சிருக்கோம். அதனால கண்டிப்பான முறையில் ஒரு வாரத்துக்குள்ள ஒரு ஆக்ஷன் எடுக்கணும்னு நினைக்கிறோம். இல்லைனா நம்ம எங்களுடைய மக்களை காப்பாற்ற நாங்க கண்டிப்பாக தோட்ட மேഖലയെ காப்பாற்ற கண்டிப்பாக நாங்க ஒரு குத்திருப்பு சமரம் നടത്തും. അതേസമയം കഴിഞ്ഞ ദിവസം നായയെ പുലി ആക്രമിച്ചു കൊണ്ടുപോയ സംഭവം വളരെ ഗൗരവമായി തന്നെ എടുത്തതായി വനം വകുപ്പ് വ്യക്തമാക്കി. സ്ഥിരമായിട്ട് RRT ടീം ദേവികുളത്തിലെ RRT ടീം നിരീക്ഷിച്ചു വരികയാണ്. മറ്റ് സാന്നിധ്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഉള്ള കാര്യങ്ങളും തിരക്കി വരുന്നുണ്ട്. ഇതിന്റെ സ്ഥിരമായ ഒരു പ്രശ്നമാണെങ്കിൽ അതിനുള്ള പരിഹാരം കാണുന്നതിനായിട്ടുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുന്നു. തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽ 100-ലധികം കന്നുകാലികളാണ് തൊഴിലാളികൾക്ക് നഷ്ടമായത്. ന്യൂസ് 18 ദേവികുളം. കാട്ടാനകളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ വനം വകുപ്പ് എടുത്ത കിടങ്ങ് കാരണം കാട്ടാന ശല്യം രൂക്ഷമായ അവസ്ഥയിലാണ് പത്തനാപുരം പിറവന്തൂരിലെ ജനങ്ങൾ. നാട്ടിലിറങ്ങിയ കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്താതെയാണ് കിടങ്ങ് നിർമ്മിച്ചത്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലാണ് പത്തനാപുരം മണ്ഡലത്തിലെ കറവൂർ, മഹാദേവർമൺ, പുനലൂർ മണ്ഡലത്തിലെ ചാലിയക്കര, ചെറുകടവ്, മൂലമൺ, 16-ാം ഫില്ലിംഗ് എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങൾ. കാട്ടാനകൾ നാട്ടിലേക്കിറങ്ങുന്നത് തടയാനാണ് വനംവകുപ്പ് കഴിഞ്ഞ മാസം കാടിന്റെ അതിർത്തിയിൽ കിടങ്ങ് നിർമ്മിച്ചത്. കിടങ്ങ് വന്നതോടെ ഇനി കാട്ടാന വരില്ല എന്ന ആശ്വാസത്തിലായിരുന്നു ജനങ്ങൾ. എന്നാൽ ആശ്വാസം അധികം നീണ്ടില്ല. കാട്ടാനകൾ കൂട്ടത്തോടെ എത്തി കൃഷി നശിപ്പിച്ചു. അപ്പോഴാണ് മനസ്സിലാകുന്നത് നേരത്തെ നാട്ടിലിറങ്ങിയ കാട്ടാനകൾ നാട്ടിൽ തന്നെയുണ്ടെന്ന്. കിടങ്ങ് നിർമ്മാണ സമയത്ത് വനാതിർത്തിയോട് ചേർന്നുള്ള കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പറങ്കിമാവിൻ തോട്ടത്തിൽ 6 കാട്ടാനകൾ നിലയുറപ്പിച്ചിരുന്നു. വനസമാനമായ അതിവിശാലമായ സ്ഥലത്ത് ആനകളുണ്ടെന്ന വിവരം അന്നറിഞ്ഞിരുന്നില്ല. കിടങ്ങ് കാരണം ഈ ആനകൾക്ക് കാട്ടിലേക്ക് മടങ്ങാനാകുന്നില്ല. അടിയന്തരമായി വനം വകുപ്പ് ഈ കിടങ്ങുകൾ പൊളിച്ച്, ഒരു ഭാഗത്തെ കിടങ്ങുകൾ പൊളിച്ച് ആനയെ കയറ്റി, ഈ കാട്ടാനകളെ കയറ്റി ഓടിച്ച് അകത്ത് വനത്തിലേക്ക് വിടണം. അല്ലെങ്കിൽ ഇത് ജനവാസ മേഖല ഇറങ്ങി അവർക്ക് പോകാൻ കഴിയുന്നില്ല. ആൾക്കാർ കൃഷിയിടങ്ങളെല്ലാം നശിപ്പിക്കുന്നു. അവർക്ക് തിരികെ കാട്ടിലേക്ക് പോകാൻ കഴിയാത്ത 6 ആനകളും ഒരുമിച്ചാണ് കൃഷിയിടത്തിലെത്തുന്നത്. വിഷയം ചൂണ്ടിക്കാട്ടിയിട്ടും വനംവകുപ്പ് അധികൃതർ അനങ്ങുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. നിർമ്മിച്ച കിടങ്ങുകളുടെ കുറച്ചു ഭാഗം പൊളിച്ച് ജനവാസ മേഖലയിലുള്ള ആനകളെ അതുവഴി വനത്തിലേക്ക് തുരത്തിവിട്ട് വീണ്ടും കിടങ്ങ് പഴയപടിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പുനലൂർ. തിരുവനന്തപുരം ആറ്റിങ്ങലിലും ദേശീയപാത നിർമ്മാണത്തിൽ അപാകതയെന്ന് പരാതി. ചതുപ്പുകളിൽ നിന്നുള്ള നീരൊഴുക്ക് തടഞ്ഞുള്ള നിർമ്മാണം റോഡിന്റെ തകർച്ചയ്ക്ക് ഇടയാക്കുമെന്നാണ് ആശങ്ക. സമീപത്തെ റോഡുകൾ വെള്ളത്തിലായതോടെ വഴിമുട്ടിയ നാട്ടുകാരും ദുരിതത്തിലായി. ദേശീയപാതയിൽ ആറ്റിങ്ങൽ നിന്ന് ചിറയൻകീഴിലേക്കുള്ള സ്ട്രെച്ചിലാണ് അശാസ്ത്രീയ നിർമ്മാണം ആശങ്കയുണ്ടാക്കുന്നത്. കിഴിവിലം ഗ്രാമപഞ്ചായത്തിൽ വയലുകളും ചതുപ്പുകളും നിറഞ്ഞ പ്രദേശത്തൂടെയാണ് ദേശീയപാത കടന്നുപോകുന്നത്. 2 വശത്തു നിന്നുമുള്ള നീരൊഴുക്ക് തടഞ്ഞാണ് നിർമ്മാണം. നീരൊഴുക്ക് തടയുന്നത് റോഡിന്റെ തകർച്ചയ്ക്കിടയാക്കുമെന്നും ആശങ്കയുണ്ട്. നമ്മുടെ കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് ഉൾപ്പെടുന്ന ഒരു മധ്യഭാഗത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ റോഡിന്റെ സൈഡുകളിൽ കൂടി ഉണ്ടായിരുന്ന ഓടകളെല്ലാം നശിപ്പിക്കപ്പെട്ടു. ഭൂമിശാസ്ത്രപരമായ വെള്ളം ഒഴുക്കിന് തടസ്സം വന്നു. ഈ റോഡ് നിർമ്മിച്ച തുടക്കം മുതൽ ഏകദേശം 1 കിലോമീറ്ററോളം ചുറ്റളവിൽ ഇത് റോഡ് വിണ്ട് കീറിയിട്ടുണ്ട്. അവർ വേനൽ വരുന്ന സമയത്ത് വിണ്ട് കീറിയ സ്ഥലങ്ങളെല്ലാം കൊണ്ടുവന്ന് ടാറിട്ട് ഒഴിച്ച് ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പോകും. ഇപ്പോഴെന്താ ആ തുടക്ക സമയത്ത് വിണ്ട് കീറിപ്പുണ്ട്. അതുകൊണ്ട് ഇത് ഇടിഞ്ഞു താഴാനുള്ള ഒരു അവസ്ഥയുണ്ട്. നീരൊഴുക്ക് തടഞ്ഞുള്ള റോഡ് നിർമ്മാണത്തിൽ ജനങ്ങളും ദുരിതത്തിലായി. വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങാനാകാത്ത അവസ്ഥ. റോഡിൽ മാസങ്ങളായി വെള്ളക്കെട്ട്. പോകാൻ വേറെ വഴിയില്ല. ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഇത് പഞ്ചായത്ത് റോഡാണ്. ഈ റോഡ് വന്നതിന് ശേഷം വാട്ടർ ചാനലില്ല. വെള്ളം പുറത്തോട്ട് ഒഴുകാനായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ കെട്ടിക്കിടക്കും. പിന്നെ ഈ കൊതുവിൻ്റെ ശല്യം വേറെ രീതി, പാമ്പിൻ്റെ ശല്യമുണ്ട്.
പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഒരു ഇടുപ്പോളം വെള്ളം വന്നാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. അത് എക്സാമിന് കഴിഞ്ഞ വർഷം ഈ വെള്ളം കയറിയപ്പോൾ എക്സാം ടൈം ആയിരുന്നു. അപ്പോൾ എക്സാമിന് കയറിയപ്പോൾ തന്നെ മതിൽ ചാടി അപ്പുറത്തോടെ പോയി, പിന്നെ തിരിച്ചു വരുമ്പോൾ നനഞ്ഞുകൊണ്ട് അങ്ങ് വരും. ബുദ്ധിമുട്ടാണ്, ചെളിയൊക്കെ പറ്റും. നിർമ്മാണത്തിലെ പിഴവ് അടിയന്തരമായി പരിഹരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തോട് മുഖം തിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റിയും സർക്കാരും. ന്യൂസ് 18 തിരുവനന്തപുരം. സ്കൂൾ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ കർശന വാഹന പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. ഇത്തവണ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സ്പീഡ് ഗവർണർക്കും പുറമെ സ്കൂൾ വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന സ്റ്റിക്കർ നിർബന്ധമാക്കിയിട്ടുണ്ട്. പട്ടാമ്പി തൃത്താല മേഖലയിലെ 300-ലധികം വാഹനങ്ങൾ പരിശോധിച്ചു. ഈ റിപ്പോർട്ടോടെ സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. KP അഭിലാഷ് ചേരും. നമസ്കാരം. അടുത്ത മാസം തുടങ്ങുന്ന അധ്യയന വർഷത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ലക്ഷ്യം. പട്ടാമ്പി RTO ഓഫീസിന് കീഴിൽ 300-ലധികം സ്കൂൾ വാഹനങ്ങളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ സ്കൂൾ വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശന പരിശോധനയും നിബന്ധനകളുമാണ് നടപ്പാക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ചെറുതും വലുതുമായ വാഹനങ്ങളിൽ പരമാവധി വേഗത നിശ്ചയിച്ച സ്പീഡ് ഗവർണറുകൾ നിർബന്ധമാക്കി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വാഹനം ഓടിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് ഫിറ്റ്നസ് നൽകുന്നത്. ആ പരിശോധനയിൽ ഞങ്ങൾ കാര്യമായിട്ട് പരിശോധിച്ചത് വാഹനത്തിന്റെ മൊത്തത്തിലുള്ള അപ്പിയറൻസും മെക്കാനിക്കൽ കണ്ടീഷൻ, അതുപോലെ സീറ്റ്, മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പരിശോധിച്ചിട്ടുള്ളത്. പിന്നെ വാഹനം ഓടിച്ചു നോക്കി അതിന് സ്പീഡ് നിശ്ചിത അളവിൽ തന്നെയാണ് ഉള്ളതെന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള വണ്ടികൾക്ക് നമ്മൾ 31-ാം തീയതി ക്ലാസ് നടത്തിയിട്ട് അവർക്കൊരു സ്റ്റിക്കറും കൊടുക്കും. അപ്പോൾ ഈ സ്റ്റിക്കർ ഇല്ലാതെ സർവീസ് നടത്തുന്ന വണ്ടികൾ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഞങ്ങൾ പരിശോധിച്ചതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് സർവീസ് നടത്തുന്ന വാഹനങ്ങൾ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ RTO ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത്. പരിശോധന പൂർത്തിയാക്കി RTO നൽകുന്ന സ്റ്റിക്കറുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പെർമിറ്റ് നൽകുകയുള്ളൂ. ഇതിനു പുറമെ സ്കൂൾ വാഹനം ഓടിക്കുന്നവർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്ലാസും നൽകും. വാഹന ജീവനക്കാർക്കും സ്കൂളിലെ നോഡൽ ഓഫീസർമാർക്കും വാഹനത്തിലെ ആയമാർക്കും നമ്മൾ ട്രെയിനിങ് കൊടുത്ത് വാഹനത്തിൽ പുതുതായി സ്റ്റിക്കർ പതിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ താലൂക്കിൽ വിദ്യാർത്ഥികളെയും കൊണ്ട് സവാരി നടത്താവൂ, സർവീസ് നടത്താവൂ എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നൊരു 75 മുതൽ 90ഓളം വാഹനങ്ങൾ ക്യാമ്പിൽ പങ്കെടുക്കുകയുണ്ടായി. അതിൽ ഒരു 63 വാഹനങ്ങൾക്ക് നമ്മൾ ഫിറ്റ്നസ് കൊടുത്തു. വാഹനങ്ങൾ റെഡിയായിരുന്നു. വാഹനങ്ങളുടെ വൈപ്പർ, ലൈറ്റ്, ഓട്ടോമാറ്റിക് ഡോർ, എമർജൻസി എക്സിറ്റ് ഡോർ എന്നിവയാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത്. ഫിറ്റ്നസ് ലഭിക്കാതെ ഓടുന്ന വാഹനങ്ങൾക്കെതിരെയും വിദ്യാർത്ഥികളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി.